പൂരാടം നക്ഷത്രക്കാർക്ക് 2026 വർഷം സമഗ്രമായ വളർച്ചയുടെയും പുതിയ നേട്ടങ്ങളുടെയും കാലഘട്ടമായിരിക്കും. ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനങ്ങളും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഗുണകരമായ ഫലങ്ങൾ ഉളവാക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നേരിട്ട വെല്ലുവിളികളെ അതിജീവിച്ച് പുതിയ സാധ്യതകളെ ആലിംഗനം ചെയ്യാനും വ്യക്തിപരവും തൊഴിൽപരവുമായ തലങ്ങളിൽ തിളങ്ങാനും ഈ വർഷം നിങ്ങൾക്ക് അവസരം ലഭിക്കും. ധൈര്യവും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നോട്ടു പോവുകയാണെങ്കിൽ അഭിവൃദ്ധിയുടെയും നേട്ടങ്ങളുടെയും ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് 2026. പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമാണ്. മുൻ വർഷങ്ങളിലെ കഠിനാധ്വാനത്തിന് ഈ വർഷം നല്ല ബലം ലഭിക്കാൻ സാധ്യതയുണ്ട്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഭദ്രമാവുകയും ചെയ്യും. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുകയോ ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകളിലൂടെയും കരാറുകളിലൂടെയും മികച്ച ലാഭം നേടാൻ സാധിക്കും. പാർട്ട് ടൈം ജോലികളോ ഫ്രീലാൻസിംഗ് അവസരങ്ങളോ പരിഗണിക്കുന്നവർക്ക് ഈ മേഖലകളിൽ നിന്ന് നല്ല വരുമാനം ലഭിച്ചേക്കാം. ഈ വർഷം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി, സ്വർണം, സർക്കാർ ബോണ്ടുകൾ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധാപൂർവം നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ്. എന്നാൽ ഏതൊരു നിക്ഷേപം നടത്തുമ്പോഴും ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടുകയും എല്ലാ വശങ്ങളെയും കുറിച്ച് വ്യക്തമായി പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വരുമാനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആഡംബരങ്ങൾക്കും അനാവശ്യമായ വാങ്ങലുകൾക്കും ഈ വർഷം പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. ഒരു കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഓരോ ചെലവുകളും ശ്രദ്ധാപൂർവം വിലയിരുത്തി അത്യാവശ്യമുള്ളവയ്ക്ക് മാത്രം മുൻഗണന നൽകുക. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഒരു കരുതൽ ധനം മാറ്റിവെക്കുന്നത് ബുദ്ധിപരമായിരിക്കും. നിലവിലുള്ള വായ്പകളും കടങ്ങളും തിരിച്ചടയ്ക്കാൻ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകും. ഒരു സമഗ്രമായ സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. പുതിയ വായ്പകൾ എടുക്കുന്നതിന് മുൻപ് അതിന്റെ യഥാർത്ഥ ആവശ്യകതയും ഭാവിയിൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയും കൃത്യമായി വിലയിരുത്തുക. സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ്. പുതിയ ആശയങ്ങൾക്കും പ്രോജക്റ്റുകൾക്കും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പും വിശദമായ വിപണി പഠനം നടത്തണം. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക. തൊഴിൽ രംഗത്ത് പൂരാടം നക്ഷത്രക്കാർക്ക് 2026 വളരെ നിർണായകമായ ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ കഴിവും അർപ്പണബോധവും അംഗീകരിക്കപ്പെടുകയും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ അവസരം ലഭിക്കുകയും ചെയ്യും. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റങ്ങൾ, ശമ്പള വർധനവ് അല്ലെങ്കിൽ ആകർഷകമായ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്താം. നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകും. നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം മികച്ച അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ സാധിക്കും. പുതിയ പഠനങ്ങളോ കോഴ്സുകളോ ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ സാധ്യതകൾ വർദ്ധിപ്പിക്കും. സാങ്കേതിക വിദ്യ, മാനേജ്മെന്റ്, ഗവേഷണം, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം കൂടുതൽ ശോഭിക്കാൻ അവസരം ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം നല്ല വളർച്ച പ്രതീക്ഷിക്കാം. പുതിയ പ്രോജക്റ്റുകൾ, കരാറുകൾ, പങ്കാളിത്ത സംരംഭങ്ങൾ എന്നിവ വിജയകരമാകും. നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനും സാധിക്കും. എന്നാൽ മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തുക. മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണകരമാകും. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വർഷമായിരിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. ദാമ്പത്യത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും. പങ്കാളിയുമായി നല്ല ആശയവിനിമയം നടത്താൻ സാധിക്കും. ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും അവ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും. പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. യാത്രകൾ പോവുകയോ പുതിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയോ ചെയ്യുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം സന്താന സൗഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയവ. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. അവർക്ക് ആവശ്യമായ പിന്തുണയും പരിചരണവും നൽകുക. കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികളുടെ ജനനത്തിലൂടെയോ വിവാഹത്തിലൂടെയോ ആകാം. ഇത് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും. പുതിയ അംഗങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ സ്നേഹത്തോടെയും ക്ഷമയോടെയും കൈകാര്യം ചെയ്യുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന് സംസാരിക്കുക. കുടുംബാംഗങ്ങളുടെ വികാരങ്ങളെ മാനിക്കുക.
സാമൂഹികപരമായ ബന്ധങ്ങൾ ഈ വർഷം കൂടുതൽ ശക്തമാകും. സുഹൃത്തുക്കളോടും അയൽവാസികളോടും നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. സാമൂഹികപരമായ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുക. ഇത് നിങ്ങളുടെ മാനസിക സന്തോഷത്തിന് വഴിയൊരുക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ആത്മീയമായ വളർച്ചയ്ക്കും ആന്തരിക സമാധാനത്തിനും അനുകൂലമായ ഒരു വർഷമാണ്. ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സ്വയം കണ്ടെത്താനും അവസരം ലഭിക്കും. ധ്യാനം, പ്രാർത്ഥന, യോഗ എന്നിവ പതിവാക്കുന്നത് മാനസിക സമാധാനത്തിനും ആത്മീയ ഉന്നമനത്തിനും സഹായിക്കും. ഇത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും നല്ല ചിന്തകൾ വളർത്താനും സഹായിക്കും. ആത്മീയപരമായ യാത്രകൾ നടത്താൻ ഈ വർഷം അവസരം ലഭിക്കാം. തീർത്ഥാടനങ്ങൾ, പുണ്യസ്ഥല സന്ദർശനങ്ങൾ എന്നിവ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും ഊർജവും നൽകും. ഇത് ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ നൽകും. ആത്മീയപരമായ പുസ്തകങ്ങൾ വായിക്കുന്നതിനോ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനോ ഈ വർഷം താല്പര്യം കാണിക്കാം. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ആത്മീയമായ ഉൾക്കാഴ്ച നൽകുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയും ആന്തരികമായ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല കർമ്മഫലങ്ങൾ നൽകും. ആത്മീയമായ വളർച്ചയിലൂടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കും. ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് മാറി ആന്തരികമായ സന്തോഷത്തിന് പ്രാധാന്യം നൽകുക. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 യാത്രകൾക്ക് അനുകൂലമായ ഒരു വർഷമാണ്. വ്യക്തിപരമായ യാത്രകൾ, തൊഴിൽപരമായ യാത്രകൾ, ആത്മീയ യാത്രകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം വിനോദയാത്രകൾ പോകാൻ ഈ വർഷം അവസരം ലഭിക്കും. ഇത് മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും ഉന്മേഷം നൽകാനും സഹായിക്കും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പുതിയ അനുഭവങ്ങൾ നൽകും. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ പോകേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ കരിയർ വളർച്ചയ്ക്ക് സഹായകമാകും. പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാനും അവസരം ലഭിക്കും. തീർത്ഥാടനങ്ങൾക്കും പുണ്യസ്ഥല സന്ദർശനങ്ങൾക്കും ഈ വർഷം സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും. യാത്രകൾക്ക് ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുക. സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുക. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 പൊതുവെ നല്ല ആരോഗ്യസ്ഥിതി നൽകുന്ന ഒരു വർഷമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പതിവായി വ്യായാമം, സമീകൃത ആഹാരം, മതിയായ വിശ്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഊർജ്ജസ്വലമായിരിക്കാനും സാധിക്കും. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും. മാനസിക സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കുക. ധ്യാനം, യോഗ, ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നിവ മാനസിക സന്തോഷത്തിന് സഹായിക്കും. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ആശ്വാസം നൽകും. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ശുചിത്വത്തിന് പ്രാധാന്യം നൽകുക. അലർജികൾ ഉള്ളവർ പ്രത്യേക ശ്രദ്ധ നൽകുക. അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 മികച്ച പഠന സാധ്യതകൾ നൽകുന്ന ഒരു വർഷമാണ്. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പരീക്ഷകളിൽ നല്ല മാർക്ക് നേടാൻ കഴിയും. ഉന്നത പഠനത്തിന് സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഈ വർഷം താല്പര്യം കാണിക്കാം. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം മികച്ച വിജയം നേടാൻ സാധിക്കും. കഠിനാധ്വാനവും ചിട്ടയായ പഠനവും ആവശ്യമാണ്. അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും. നിങ്ങളുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ വർഷം നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. പുതിയ സുഹൃത്തുക്കളെ നേടാനും സാധിക്കും. സാമൂഹികപരമായ ബന്ധങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് സഹായകമാകും. പുതിയ വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ഈ വർഷം സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ നിയമപരമായ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പൊതുവെ സന്തോഷകരവും ഊർജ്ജസ്വലവുമായ ഒരു മാനസികാവസ്ഥ ഈ വർഷം നിലനിൽക്കും. ജീവിതത്തിലെ വെല്ലുവിളികളെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. ചിലപ്പോൾ അപ്രതീക്ഷിത പ്രതിബന്ധങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ സാധിക്കും. ഓരോ പ്രതിബന്ധങ്ങളും പുതിയ പാഠങ്ങൾ നൽകും. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 വർഷം സമഗ്രമായ വളർച്ചയുടെയും നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും ദാമ്പത്യത്തിലും ആത്മീയമായും നിങ്ങൾക്ക് ഈ വർഷം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ഓരോ നേട്ടത്തിലും വിനയം കൈവിടാതെയും ഓരോ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെയും നേരിടുക. കഠിനാധ്വാനവും ആത്മാർത്ഥതയും ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ദൈവാനുഗ്രഹവും നിങ്ങളുടെ നല്ല കർമ്മഫലങ്ങളും ഈ വർഷം നിങ്ങൾക്ക് തുണയാകും. ക്ഷമയും സ്ഥിരതയും കൈമുതലാക്കി മുന്നോട്ടു പോവുക.